ഞാൻ ഭയങ്കര ലീനായിരുന്ന സമയത്തും വെയിറ്റ് ഗെയിൻ ചെയ്ത സമയത്തും എന്നെ എപ്പോഴും ബോധർ ചെയ്തിരുന്ന ഒരു കാര്യമാണ് ഇവിടെയുള്ള ഫാറ്റ്, നമ്മുടെ ഡബിൾ ചിൻ എന്ന് പറയുന്നത്. എത്ര വർക്കൗട്ട് ചെയ്താലും ഫേസിലെ വണ്ണം കുറഞ്ഞാൽ ഈ ഭാഗത്തെ വണ്ണം കുറയാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് ഫൈനലി ഞാൻ ഹൈഫു ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് തീരുമാനിച്ചു. ബേസിക്കലി നമുക്ക് ഡബിൾ ചിൻ ട്രീറ്റ് ചെയ്യാനായിട്ട് 4 ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഹൈഫു എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ്, അതൊരു അൾട്രാസൗണ്ട് എനർജി ഉപയോഗിച്ചിട്ട് നമ്മൾ സ്കിന്നിന് ഒരു ലിഫ്റ്റ് കൊടുക്കും, പ്ലസ് അവിടെയുള്ള ഫാറ്റിനെ കുറച്ച് റിമൂവ് ചെയ്യും. പിന്നെ ഉള്ളത് ക്രയോലൈപ്പലൈസിസ്, അത് നമ്മൾ ഫാറ്റ് ഫ്രീസ് ചെയ്തിട്ട് റിമൂവ് ചെയ്യും. പിന്നെ തേർഡ് ഉള്ളത് നമ്മൾ ആ ഏരിയയിലോട്ട് ഇഞ്ചെക്ഷൻസ് വെച്ചിട്ട് അവിടുത്തെ ഫാറ്റിനെ റിമൂവ്. പക്ഷേ ഔട്ട് ഓഫ് ദ 3 ഒരു ലിഫ്റ്റ് കൂടെ നമുക്ക് കിട്ടുന്നത് ഈ ഹൈഫു എന്ന് പറയുന്ന പ്രൊസീജിയറിലായിരിക്കും. അപ്പോൾ ഇന്ന് അപർണയ്ക്ക് നമ്മൾ ചെയ്യുന്നത് ഹൈഫു എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റാണ്. എനിക്ക് മെയിനായിട്ട് അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് എത്രത്തോളം പെയിൻഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. ഇത് നമ്മൾ വയറൊക്കെ സ്കാൻ ചെയ്യുന്ന അൾട്രാസൗണ്ട് ടെക്നോളജി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓൺ എ ഗ്രേഡ് ഓഫ് 0 to 10 ഒരു 3 എന്ന് പറയും. അപ്പോൾ നമുക്കൊരു ഡിസ്കംഫർട്ട് കാണും, നോട്ട് ഭയങ്കര ഒരു സഹിക്കാൻ വയ്യാത്തൊരു പെയിനോ അങ്ങനെയൊന്നും കാണത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ പ്രൊസീജിയറിന് ശേഷം എന്താ എക്സ്പെക്ട് ചെയ്യേണ്ടത്? എന്തെങ്കിലും മാർക്സോ അല്ലെങ്കിൽ സ്വെല്ലിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും? ഒരു ഹാഫ് ആൻ അവർ വരെ നമുക്കൊരു റെഡ്നെസ്, നമ്മൾ ആ ചെയ്ത ഏരിയയിൽ ഒരു റെഡ്നെസ് കാണും. അത് നമ്മളൊന്നും ചെയ്യാതെ തന്നെ ഓരോ പീരീഡ് ഹാഫ് ആൻ അവർ അത് കംപ്ലീറ്റ്ലി പൊക്കോളും. അല്ലാതെ നമുക്ക് ലേസർ ചെയ്യുന്ന പോലെ അവിടെ മാർക്സോ മുറിവുകളോ അങ്ങനെയുള്ള ഒന്നും കാണത്തില്ല. കാരണം ഇതൊരു കംപ്ലീറ്റ്ലി നോൺ ഇൻവേസീവ് ടെക്നോളജിയാണ്. അങ്ങനെയാണെങ്കിൽ മേക്കപ്പ് യൂസ് ചെയ്യുന്നതിനൊന്നും പ്രശ്നമില്ല. ഒരു കുഴപ്പമില്ല. പിറ്റേ ദിവസം തൊട്ടിട്ട് മേക്കപ്പ് യൂസ് ചെയ്യാം. നമ്മൾ റുട്ടീനിൽ എന്താണോ ചെയ്യുന്നത് അതെല്ലാം ചെയ്ത് ഒരു ഓഫീസ് പ്രൊസീജിയറാണ്. നമ്മൾ രാവിലെ ഒന്ന് ചെയ്തിട്ട് ആഫ്റ്റർനൂൺ ഓൾസോ യു കെൻ ഗോ ഫോർ വർക്ക്. കാരണം വേറെ ഒരു നമ്മളിത് ചെയ്തു എന്ന് ആരും അറിയാത്ത രീതിയിലുള്ള ടെക്നോളജിയാണ്. ഓക്കെ, അപർണ എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് സെഷൻ? അടിപൊളിയായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ച പോലത്തെ വേദനയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു 0 to 10 ഗ്രേഡ് ഓഫ് പെയിൻ എത്ര ഉണ്ടായിരുന്നു? ഞാൻ പൊതുവേ പെയിൻ ടോളറൻസ് ഉള്ള ആളാണ്, പക്ഷെ എന്നാലും ഒരു മാക്സിമം 3 അത്രയും ഉള്ളൂ. സംതിങ് ഈസ് ഹാപ്പനിങ് എന്നുള്ളൊരു സെൻസ് വരും, അത്ര ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല. ടോളറബിൾ ലെവൽസ്. അടിപൊളിയായിരുന്നു.